ബിഗ് ബോസ് പോലൊരു ഗെയിമിനകത്ത് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നാക്കിനെയാണ്. അളന്ന് മുറിച്ച് മാത്രം സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഒരു തവണ വാ തുറന്ന് നമ്മളൊരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയാൽ നമ്മൾ ഗെയിമിലുള്ളിടത്തോളം കാലം അത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞ് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പുറകെ വന്ന് നമ്മളെ ശല്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ആ ഒരു പരാമർശം. അക്ബർ പറഞ്ഞ പോലെ തന്നെയുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള വ്യത്യാസമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മിയും പറഞ്ഞിരുന്നു ഇന്നലത്തെ എപ്പിസോഡിനകത്ത്. സദാചാരത്തിന്റെ വലിയ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന ലക്ഷ്മി ഇപ്പോ നല്ല പിള്ള ചമഞ്ഞ് ഇരിക്കുവാണ്. അത് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലക്ഷ്മി പറയുവാണ്, നെവിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുവാണ്, കാണുന്നവന്റെ കണ്ണിലാണ് കുരു. ആര്യനും ജിസയിലും നല്ല ഫ്രണ്ട്സ് ആണ് എന്ന്. ലക്ഷ്മി പിൽക്കാലത്ത് നടത്തിയ പല റിമാർക്സിനും വിപരീതമായിട്ടാണ് ഇന്നലെ സംസാരിച്ചത്. അത് നിങ്ങൾ എപ്പിസോഡിൽ ശ്രദ്ധിച്ചു കാണും. ഷാനവാസ് എനീറ്റ് എന്ന് ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് പടലം പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. ആര്യൻ ജിസൈലിന്റെ നിഴലായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ലക്ഷ്മി വയൽക്കാടായിട്ട് വന്നു കയറിയ ദിവസം തന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ലക്ഷ്മി ആര്യൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ഷാനവാസ് പറയുന്നുണ്ട്. അത് ആര്യൻ എന്നിട്ട് ജിസൈലിന്റെ അടുത്ത് പോയി ആ ഒരു കാര്യം പറഞ്ഞതായിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ ഷാനവാസ് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഷോ കണ്ടിട്ട് അകത്ത് കയറിയപ്പോൾ നിലപാടിന് വ്യത്യാസമൊക്കെ വന്നതായിരിക്കും അല്ലേ. എന്തായാലും ഷാനവാസ് ഒരു വളരെ ഷാർപ്പ് ഗെയിമറാണ്. ഓരോരുത്തരും പറയുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായി മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യം വരുമ്പോഴൊക്കെ അത് എടുത്ത് ഒരു അസ്ത്രം പോലെ പ്രയോഗിക്കുന്നതാണ് ഷാനവാസിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള ഗെയിം. അത് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്നലെ ലക്ഷ്മിയെ ശരിക്കും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും